ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കൈത്താക്കാലം രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. കൈത്താക്കാലത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു. ആ കൈത്ത എന്നുള്ള വാക്കിനെക്കുറിച്ച്, അത് വേനൽക്കാലമെന്നാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ വേനൽക്കാലമല്ല, നമ്മളതിനെ ഫലദായക കാലമെന്നൊക്കെ വിളിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ സ്വീകരിച്ചു, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തു. അത് നമ്മളിൽ എന്ത് ഫലമുണ്ടാക്കി, ഈ ലോകത്തിൽ അതിനെന്ത് മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു, ഇതാണ് നമ്മുടെ ചിന്താവിഷയം. ഇന്നത്തെ ഒന്നാമത്തെ വായന നിയമാവർത്തനം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികൾ നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായ അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ, അങ്ങനെ ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകളെ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. ഇവിടെ പറഞ്ഞു വരും, നമ്മൾ കർത്താവിൻ്റെ ഈ സുവിശേഷം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഇടം വലം തിരിയരുതെന്നാണ്. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണമായിട്ട്, നീ പറയുമ്പോഴത് അതെ അതെ എന്നും അല്ല എന്നുമായിരിക്കുന്നു. കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇനി അതിന് വിരുദ്ധമായിട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? നീ നുണ പറയുന്ന അർത്ഥം. അപ്പോൾ നാം നുണ പറയുകയാണെങ്കിലോ നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഒരിക്കലും എത്തുകയില്ല. ഇടം വലം തിരിയരുത്, നേരെ പോകണം. അല്ലെങ്കിൽ നീ വ്യാജവാർത്ത പ്രചരിപ്പിക്കരുത്. പുറപ്പാട് 23:1. നമ്മൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കും. ഇങ്ങനെ അനേകം കാര്യങ്ങൾ, മദ്യപാനത്തെക്കുറിച്ച് പറയും, കൈക്കൂലിയെക്കുറിച്ച് പറയും, കളവിനെക്കുറിച്ച് പറയും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആത്മാവിൻ്റെ പ്രവണതയെക്കുറിച്ച്, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവണതയെക്കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞതൊക്കെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ വ്യതിചലിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ്? ദൈവത്തിൻ്റെ ഈ വഴികളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള സകല സൗഭാഗ്യവും ഇല്ലാതാകുന്നു. ഇന്ന് നമുക്ക് അറിയാം, ഒരുപാട് കാര്യങ്ങൾ, അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു കാരണം ഒന്നുകിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ചെയ്യുന്നതിൻ്റെ ഫലമാണ്. നമ്മുടെ അടുത്തുനിന്ന് ഒരാൾ പുക വലിച്ചാൽ ആ പുക നമ്മുടെ എല്ലാ മൂക്കിലേക്കും വായിലേക്കും വരും. അതിൻ്റെ ഫലം നമ്മളുണ്ടാകും. ഇന്ന് നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചാൽ, ഭക്ഷണ സാധനം, എല്ലാത്തിലും മായമാണ്. നമ്മൾ മായമൊന്നും ചേർത്തില്ല, പക്ഷേ അതുണ്ടാക്കുന്നൊരു മായം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഫലം നമ്മളെല്ലാം അനുഭവിക്കും. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചൊരു സമൂഹമായിട്ടാണ്. ഈ സമൂഹം ചെയ്യുന്ന തിന്മകൾക്ക് പാപത്തിൻ്റെ ഫലം അത് മറ്റുള്ളവരെല്ലാം അനുഭവിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിലൂടെ ഇടം വലം തിരിയാതെ നമ്മൾ നടന്നെങ്കിലേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുകയുള്ളൂ. ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചപ്പോൾ എല്ലാം നന്നായിരുന്നു, പക്ഷേ ചീത്തയാക്കിയത് ആരാണ്? നമ്മളല്ലേ. നമ്മൾ എല്ലാം വലിച്ച് വേസ്റ്റൊക്കെ എവിടെയാണ് കൊണ്ടിടുന്നത്? ഈ വഴിയിലൂടെ പോകുമ്പോൾ കാണാം, വലിയ ആൾതാമസം ഇല്ലാത്ത സ്ഥലത്ത് മുഴുവൻ വേസ്റ്റ് ചാക്കിൽ കെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഈ അറവുശാലയിൽ നിന്നുള്ള വേസ്റ്റ്, അതുപോലെ ബാർബർ ഷോപ്പിൽ നിന്നുള്ള വേസ്റ്റ്, തയ്യൽ കടയിൽ നിന്നുള്ള വേസ്റ്റ്, വീട്ടിലെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റ് എല്ലാം കൊണ്ട് നമ്മൾ പുറത്ത് തട്ടുകയാണ്. വലിയ കാറിലൊക്കെ വരുന്നവരാണെങ്കിലും വഴിയിൽ ആരും കാണുന്നില്ലാത്തൊരു സ്ഥലത്ത് വന്ന് നിർത്തിയിട്ട് തുറന്നിട്ട് അന്യൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം ഇങ്ങനെ പക്ഷികളും പട്ടികളും എല്ലാം കൊണ്ട് നടന്ന് നാട് മുഴുവൻ രോഗം പരത്തും. അപ്പോൾ നീ ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ ഇടം വലം തിരിയരുതെന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇടം വലം തിരിഞ്ഞ് നടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്നു, പ്രകൃതിയെ നശിപ്പിക്കുന്നു. അതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു, വേറൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക്, ഈ സമൂഹത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും ആ രീതിയിലാകണം. ഏതെങ്കിലും 1-2 പേര് മാത്രമായിട്ട് കാര്യമില്ല. എങ്കിൽ മാത്രമേ ഇവിടെ ഈ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സുവിശേഷ യഥാർത്ഥത്തിൽ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നമ്മൾ ഈ ഫലാഗമകാലത്ത് അതാണ് ചിന്തിക്കുന്നത്. രണ്ടാമത്തെ വായന റോമാലേഖനം 11-ാം അധ്യായം 17 മുതൽ
24 വരെയുള്ള വാക്യങ്ങളാണ്. ഒലിവ് മരത്തിൻ്റെ ശാഖകൾ ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വളരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണെന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടതെന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്ന ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. റോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ റോമാക്കാർ വലിയ ഭാവം, വലിയ പൊങ്ങച്ചം പറഞ്ഞ് ഞങ്ങളൊക്കെ വലിയ അറിവുള്ളവരാണ്, ദൈവം ഞങ്ങളെ തിരഞ്ഞത് കണ്ടില്ലേ, ഇസ്രായേൽക്കാർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് അവരെ കർത്താവ് ഉപേക്ഷിച്ചില്ലേ, അവർ രക്ഷിക്കപ്പെട്ടില്ല. ഞങ്ങളുടെ അടുത്തേക്കാണ് പൗലോസ് സുവിശേഷവുമായിട്ട് വന്നത്. ഇതേക്കുറിച്ചാണ് പൗലോസ്. അതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കരുത്. ശരിയാണ്, ഒലിവാണ്, കാട്ടൊലിവിൽ നിന്നുള്ള ശാഖകളാണ്. അത് ശരിക്കുള്ള ശാഖ അല്ലെ ശരിക്കുള്ള തായ്തണ്ടിൽ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ശരിക്കുള്ള തായ്തണ്ടിലെ ശാഖകളെല്ലാം മുറിച്ച് കളഞ്ഞു. അത് യഹൂദന്മാർ, അവർക്ക് രക്ഷ കിട്ടിയില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ പൗലോസ് പറയുകയാണ്, നിങ്ങളങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വലിച്ചെടുക്കുന്ന വെള്ളവും വളവുമുണ്ടല്ലോ, അത് ആ യഹൂദന്മാരാകുന്ന തായ്തണ്ടിലൂടെ കയറി വരുന്നത്, ആ വേരുകളിൽ നിന്നാണ് വരുന്നത്. അത് ദൈവത്തിന് ഇനിയും അവരെ മുറിച്ച് കളഞ്ഞ ശാഖകളെ ഒട്ടിച്ചേർക്കാൻ പറ്റും. അതുകൊണ്ട് ആരും അഹങ്കരിക്കേണ്ട കാര്യമില്ല. ചുരുക്കത്തിൽ ഈ പലാഗമകാലത്ത്, കൈത്താക്കാലത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? ഞാനാണ് ഏറ്റവും വലിയ പുള്ളി എന്നാരും പറയേണ്ട കാര്യമില്ല. അവരെ ദൈവം ഉപേക്ഷിച്ച് ഞങ്ങളെയാണ് തിരഞ്ഞെടുത്തത്. ആരും അഹങ്കരിക്കേണ്ട കാര്യമില്ല. പുതിയ ക്രിസ്ത്യാനികളും പഴയ ക്രിസ്ത്യാനികളും എല്ലാം ഒരുപോലെയാണ്. ഏത് രീതിയിൽ ഫലം പുറപ്പെടുവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇപ്പം ഇവിടെ കേരളത്തിൽ 2000 വർഷമായി മർത്തോമാ ശ്ലീഹായുടെ മക്കളാണെന്നൊക്കെ പറഞ്ഞാലും കർത്താവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ ഇടംവലം തിരിഞ്ഞു പോവുകയാണെങ്കിൽ, ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവുമില്ല. പാരമ്പര്യമൊക്കെ പറയാവുന്ന മാത്രമേ ഉള്ളൂ. അവിടെ ദൈവത്തിൻ്റെ കൃപയുണ്ടാവില്ല. ഈ പൗലോസ് പറയുന്ന അതേ കാര്യം നമ്മൾക്കെതിരെ പറയപ്പെടും. നിങ്ങൾ അഹങ്കരിക്കേണ്ട. നിങ്ങളുടെ വേരുകൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന യഹൂദ വേരുകളിൽ നിന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയതിൽ നമ്മൾ എളിമയോടെ അതിനെ സ്വീകരിച്ച് നമ്മൾ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുക. ദൈവത്തിന് ആരെയും ഏത് രീതിയിലും ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. നമ്മളെ ദൈവം ഇങ്ങനെ ഉയർത്തി, പക്ഷേ ദൈവത്തിന് വീണ്ടും അവരെ ഉയർത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ വലിയ ആളാണ്, നീ ചെറിയ ആളാണ്, ഞാൻ ആദ്യം വന്നയാളാണ്, നീ അവസാനമാണ് വന്നത്, ഇതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതെല്ലാം ഈ പറയുന്ന കാര്യത്തിന് വിരുദ്ധമാണ്. നമ്മൾ സുവിശേഷം സ്വീകരിച്ച് നമ്മളത് ഫലം പുറപ്പെടുവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയൊന്നും നമുക്ക് ധാർഷ്ട്യത്തോടെ ഒരിക്കലും പറയാൻ കഴിയില്ല. പലപ്പോഴും ഞാൻ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ കാണാം, ഈ പാരമ്പര്യത്തിൻ്റെ എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്, ആ ദൈവപ്രമാണത്തിന് വിരുദ്ധമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതൊരു ഫലവും നമ്മളിൽ ഉളവാക്കിയില്ല എന്നുള്ളതാണ്. സുവിശേഷം നമ്മൾ പ്രവർത്തിക്കുന്നില്ല. ആ സുവിശേഷമാകുന്ന പുളിമാവ് നമ്മളിൽ ശരിക്കും നമ്മളെ പുളിപ്പിച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ആ പുളിമാവ് ഉരുട്ടിയെടുത്ത് ചെറിയൊരു പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. ഈ സുവിശേഷമാകുന്ന പുളിമാവ് നമ്മളിൽ വന്ന് നമ്മളാകുന്ന ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ ഫലം തരുന്നെന്ന് പറയാൻ കഴിയുക. ഈ ഫലാഗമകാലത്ത് അത്തരത്തിലുള്ളൊരു മാറ്റം നമ്മളിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകൾ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെക്കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ എറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കിൽ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ വീണ്ടും ആദ്യം പറഞ്ഞതുപോലെ പൗലോസ് പറഞ്ഞതിൻ്റെ വേറൊരു ഭാഗമാണ് ഈ പറഞ്ഞു വരുന്നത്. കർത്താവ് തന്നെ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? താനൊരു മുന്തിരിച്ചെടിയാണ്. ബാക്കി നമ്മളെല്ലാം കർത്താവിൻ്റെ ആ മുന്തിരിച്ചെടിയുടെ ശാഖകളാണ്. ഈ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ നിന്നല്ലേ നമ്മൾ വളവും വെള്ളവുമെല്ലാം ശേഖരിക്കുന്നത്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവ്
ആ വളത്തിൻ്റെയും വെള്ളത്തിൻ്റെ എല്ലാ സ്ഥാനത്ത് നിൽക്കുന്നു. ആത്മാവിനെ കൊണ്ട് നമ്മൾ നിറയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുക. നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. ഈ ഫലാഗമകാലത്ത് നമ്മൾ ഓർക്കേണ്ടത്, കേവലം നമ്മളിങ്ങനെ തഴച്ചു വളരുന്ന അത്തിമരം പോലെ ഇലകൾ മാത്രമായിട്ട് കാര്യമില്ല. ആ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളാകണം. വെറും ഫലമല്ല, നല്ല ഫലം. കാട്ടുമുന്തിരിയല്ല, ശരിക്കുള്ള മുന്തിരി. അതുപോലെ മുന്തിരി തന്നെ ആയിരിക്കണം. നമ്മൾ കർത്താവാകുന്ന തായ്തണ്ടിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരുതരം കാട്ടുവള്ളികളാണ് എന്ന് മനസ്സിലാക്കുക. റോമാക്കാരോട് പൗലോസ് എഴുതിയതുപോലെ നിങ്ങൾ കാട്ടുമുന്തിരിയുടെ ശാഖകളാണ്. പക്ഷേ നിങ്ങൾ ഒട്ടിച്ച് ചേർക്കപ്പെട്ടിരിക്കുന്നത് ആ കർത്താവാകുന്ന യഥാർത്ഥ തായ്തണ്ടിലേക്കാണ്. അവിടെ നിങ്ങൾ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ കുറേ അറിവ്, സുവിശേഷം, അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം പഠിച്ചാലും ഒന്നും ആവില്ല. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ ചെയ്തികളെ, നമ്മുടെ പ്രതികരണ രീതികളെയൊക്കെ മാറ്റുമ്പോഴാണ് ഫലമുണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഓരോ വ്യക്തിയും ഓരോ ക്രൈസ്തവ വിശ്വാസിയും ആകുമ്പോഴാണ് ഈ ലോകം നന്നാവുക. അങ്ങനെയാണ് ഈ ലോകത്തിൽ ഇതിനെ സ്വർഗമാക്കി മാറ്റാനായിട്ട് സാധിക്കുക. അതല്ലാതെ നമുക്ക് ഒരുപാട് വചനങ്ങൾ കാണാതെ പഠിക്കാൻ പറ്റും. ശരിയാണ്, നല്ല കാര്യമാണ് കാണാതെ പഠിക്കണം. പക്ഷേ ആ കാണാതെ പഠിക്കുന്ന വചനങ്ങൾ ഏതെങ്കിലും ലോഗോസ് ക്വിസ് എഴുതാനോ പരീക്ഷ എഴുതാനോ അല്ല ഉപയോഗിക്കേണ്ടത്. അത് വേണ്ടെന്നല്ല. അതേ സമയത്ത് അത് നമ്മുടെ പ്രവർത്തനങ്ങളെ, ചിന്തകളെ നയിക്കുന്നുണ്ടോ? ഞാനൊരു കാര്യം തെറ്റായത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ വചനം എന്നിൽ പറയണം, നീ ചെയ്യാൻ പോകുന്ന തെറ്റാണ്. നമുക്കറിയാമല്ലോ, കൈക്കൂലി മേടിക്കുന്ന ആൾ. അത് മേടിക്കുമ്പോൾ ഈ വചനം പറയാൻ പ്രാപ്തമാകണം അയാളിൽ, നീ ചെയ്യുന്ന കാര്യം തെറ്റാണ്. അല്ലെങ്കിൽ നീ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നു, അത് തെറ്റാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്. നീ അല്ലേ മദ്യപിച്ച് വഴക്കുണ്ടാക്കി നടക്കുന്നു, അത് തെറ്റാണ്. കാരണം വചനം ഇത് പറയുന്നുണ്ട്. ഇങ്ങനെ നമുക്കതിനെ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ വചനം നമ്മളിൽ ഫലമുളവാക്കിയെന്ന് പറയാൻ കഴിയുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാകുമ്പോഴാണ് ആ വചനം നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പറയാൻ കഴിയുക. ചുരുക്കത്തിൽ ഈ ഫലാഗമകാലത്ത് ഈ ഫലം നമ്മളിലുളവാകണം, അതുപോലെ മറ്റുള്ളവരിലും ഉളവാകണം. നമ്മൾ ഒരുപാട് സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നുണ്ടാകാം, പക്ഷേ എന്ത് ഫലം അത് ഉളവാക്കുന്നു? ഈ നമ്മുടെ ലക്ഷ്യം നല്ലതായിരിക്കുന്നത് പോലെ വഴിയും നല്ലതായിരിക്കണം. ഇന്ന് നമുക്കൊക്കെ പറ്റിയിരിക്കുന്ന വലിയ അപകടം എന്താണ്, അബദ്ധം എന്താണ്? നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് തെറ്റായ വഴികൾ നമ്മൾ ധാരാളം സ്വീകരിക്കാൻ ചിലപ്പോൾ നിർബന്ധിതരാകുന്നു. അവിടെയൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പോലെ ആയിത്തീരും. നമ്മൾ ഈ സുവിശേഷം പറയുമ്പോൾ അത് ഫലശൂന്യമായിത്തീരും. നമ്മൾ ചാഴി പിടിച്ച നെല്ല് പോലെ ആയിത്തീരും. നമുക്കറിയാം, നെല്ല് പൂക്കുന്ന സമയത്ത് ചാഴി എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അതതിൻ്റെ നീരെല്ലാം ഊറ്റി കുടിക്കും, പിന്നെ അരി ഉണ്ടാവില്ല. വെറുതെ ഇങ്ങനെ ആ ഒരു അതിൻ്റെ പുറന്തോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നെല്ലെല്ലാം പോകും. അങ്ങനെ നമ്മൾ ഈ സുവിശേഷം നമ്മളിൽ ഇങ്ങനെ പ്രവർത്തിച്ച് കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും? ഇതുപോലെ മറ്റ് ജീവികൾ വന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള നീരെല്ലാം ഊറ്റി കുടിച്ച് വെറും നെല്ല് അകത്തരിയില്ലാത്ത നെല്ലായി മാറും. അല്ലെങ്കിൽ കർത്താവിൻ്റെ തന്നെ ഉപമയിലൂടെ പറഞ്ഞാൽ ആ വിത്ത് അത് പലതരത്തിലുള്ള നിലത്ത് വീഴുന്നു, അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. പലപ്പോഴും ഈ രീതിയിൽ നമ്മൾ ഫലമില്ലാത്ത ആ സുവിശേഷ സ്വീകർത്താക്കളായി മാറുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാൻ യഥാർത്ഥത്തിൽ ഈ ഫലാഗമകാലത്ത് ഈ സുവിശേഷം നമ്മളിലും മറ്റുള്ളവരിലും യഥാർത്ഥത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.